ഹലോ. ഇന്ന് ഞാൻ രാവിലെ ജിമ്മിൽ പോയപ്പോൾ ഒരു രസകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിട്ടോ. അപ്പൊ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാവരും ഒരു 28-30 ഒരു ഏജ് റേഞ്ചിലുള്ള ആൾക്കാരാണ്. ഞാനൊക്കെ എന്റെ ഒരു 30s നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങള് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ലെഗിന്റെ എക്സർസൈസ് ചെയ്യും. അപ്പൊ ലെഗിന്റെ എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും നോക്കിയപ്പോ മുട്ടിന് വേദനയുണ്ട്. എന്റെ ഒരു ഫ്രണ്ട് ചെയ്യുമ്പോൾ പറഞ്ഞിട്ട് മുട്ട് ഭയങ്കര വേദന എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ എല്ലാവർക്കും ഈ ഒരു മുട്ടിന്റെ ഇഷ്യൂസ് ഉണ്ട്. പറയുമ്പോ എല്ലാവരും ഒരു 28-30 ആ ഒരു റേഞ്ചൊക്കെ ഉള്ള ആൾക്കാരാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പൊ ഞാൻ പറയാൻ വന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മുട്ടിന്റെ വേദന എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട്. പണ്ടൊക്കെ ഒരു 50 വയസ്സാവണം, 60 വയസ്സാവണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ട്രാറ്റജി പണ്ടൊക്കെ ഉണ്ട്. ഇപ്പൊ അങ്ങനെയല്ല. എല്ലാവർക്കും ഈ ഒരു വേദന, മുട്ടിനായാലും അവരുടെ ജോയിന്റ്സിനൊക്കെ ഒരു വേദനയുണ്ട്. ഇതിന് പല കാരണങ്ങളും ഉണ്ട്. ഒന്നാമത്തെ നമ്മുടെ സ്ട്രെസ് ഇതിനൊരു വലിയൊരു കാരണമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും പണ്ടത്തെ പോലെയല്ല. ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഒരുപാട് ജോലി സ്ഥലത്താണെങ്കിലും വീട്ടിലാണെങ്കിലും എല്ലാ സ്ഥലത്തും സ്ട്രെസ് തന്നെയാണ്. അപ്പൊ സ്ട്രെസ് ഭയങ്കര വലിയൊരു ഫാക്ടറാണ്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വലിയൊരു ഫാക്ടറാണ്. നമ്മളുടെ ഉറക്കമില്ലായ്മ വലിയൊരു ഫാക്ടറാണ്. നമ്മളുടെ ലാക്ക് ഓഫ് എക്സസൈസുകൾ വലിയൊരു പ്രശ്നമാണ്. ഇന്നിപ്പോ ആരും അങ്ങനെ ഒരുപാട് ദൂരം നടക്കാനോ ഒരുപാട് എക്സസൈസ് ചെയ്യാനോ നിൽക്കുന്നില്ല. ജിമ്മിൽ പോകുന്നവരുണ്ടെങ്കിൽ തന്നെ അത് ഓക്കെ, ഫൈൻ, ബെറ്റർ എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു എക്സസൈസ് ഒന്നും ആരും അങ്ങനെ ചെയ്യാൻ നിൽക്കാറില്ല. അപ്പൊ നമ്മളൊരു ആയുർവേദ വ്യൂ ഓഫ് പോയിന്റിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ആഹാര വിഹാരങ്ങൾ പണ്ടത്തെ പോലെയല്ല, ഇന്ന് വളരെയധികം ചേഞ്ച് ആയി കഴിഞ്ഞു. അപ്പൊ ഈ ഒരു ആഹാര വിഹാരങ്ങൾ കാരണം തന്നെ നമ്മളുടെ വാദം വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ. അതുകൊണ്ടാണ് നമുക്കൊരു ചെറിയ ഏജിൽ തന്നെ ഈ ഒരു മുട്ടുവേദനയും ജോയിന്റ് ഇങ്ങനെ കടകട ഉള്ള ഒരു സൗണ്ട് ഒക്കെ ഉണ്ടാവുന്നത്. ഇപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളുടെ മുട്ട് ഈ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾ തന്നെ നിങ്ങളുടെ മുട്ടൊന്ന് ശ്രദ്ധിച്ചിട്ടില്ല, ഒന്ന് ശരിക്കും ഒന്ന് ബെൻഡ് ചെയ്യും അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുട്ടിനും അതുപോലത്തെ ഒരു സൗണ്ട് ഉണ്ടായിരിക്കാം. അപ്പോ ഇതിനൊരു സൊല്യൂഷൻ എന്നുള്ളത് ഒരു ആയുർവേദ ഡോക്ടർ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പറ്റുകയാണെങ്കിൽ എല്ലാ ദിവസവും ഇല്ലെങ്കിലും ആഴ്ചയിൽ ഒരു 2-3 ദിവസമൊക്കെ ഒന്ന് അല്ലെങ്കിൽ ഒരു ഞായറാഴ്ച ഫ്രീ ഉള്ള ദിവസമൊക്കെ നല്ല എണ്ണ, ശുദ്ധമായിട്ടുള്ള എണ്ണ എടുത്തിട്ട് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്ത് എണ്ണയൊക്കെ തേച്ചിട്ടൊന്ന് കുളിക്കാൻ പറ്റിയെങ്കിൽ വളരെ നല്ലതാണ്. ഫുൾ ബോഡിയിൽ എണ്ണയൊക്കെ അപ്ലൈ ചെയ്ത് കുളിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മുടെ വാദം നല്ല രീതിയിൽ അവിടെ കുറയുകയും ചെയ്യും. നമ്മുടെ മൂവ്മെന്റ്സും ജോയിന്റ്സിനൊക്കെ ഒരു ആയാസം വരികയും ഒരു എന്താ പറയാ ഒരു ലൂബ്രിക്കേഷൻ എഫക്ട്, ഒരു സ്നിഗ്ധത വരികയും ചെയ്യും. പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ബോഡി മസാജ് ചെയ്യാം. ആയുർവേദ ബോഡി മസാജ് തന്നെ ചെയ്യാം. ബോഡി മസാജ് എന്ന് കേട്ടെടുക്കുന്ന മുഖം ചുളിക്കേണ്ട ആവശ്യമില്ല. നല്ല ഒതന്റിക് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ബോഡി മസാജ് ചെയ്യുക. ഒരു സ്റ്റീം എടുക്കുക. ആഴ്ചയിൽ ഒരിക്കലും ഒരു ബോഡി മസാജ് ചെയ്യുക. ഒരു സ്റ്റീം എടുക്കുക. മാസത്തിൽ 2-3 പ്രാവശ്യം ബോഡി മസാജ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജോയിന്റ്സും നമ്മുടെ മൂവ്മെന്റും ഒക്കെ നല്ല ഒരു സ്നിഗ്ധത വരികയും കറക്റ്റ് ആവുകയും ചെയ്യും. അപ്പം പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാകും. അപ്പൊ വേറൊരു സബ്ജക്റ്റുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.